ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ മുഹാജിറുകളായ പാവപ്പെട്ട സഹാബാക്കൾ, സാമ്പത്തികമായി ഒന്നുമില്ലാത്ത പാവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു പരാതിയുമായിട്ട് വന്നു. അവരുടെ പരാതി ഇതാണ്: റസൂലെ, ഞങ്ങളുടെ കൂട്ടത്തിൽ പണക്കാരായ കുറെ ആളുകളുണ്ട്, അവര് ഉയർന്ന ദറജകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, വലിയ കൂലികൾ അവർ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂൽ ചോദിച്ചു, എന്താണെന്ന്? പറഞ്ഞു, യുസല്ലൂന കമാ നുസല്ലി വയസൂമൂന കമാ നസൂമു. ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ അവർ നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ നോമ്പ് പിടിക്കുമ്പോൾ അവർ നോമ്പ് പിടിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ കയ്യിൽ പൈസയിലുള്ളവർ സദഖ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിൽ സദഖയിൽ പൈസയില്ല. അവർ പൈസ കൊണ്ട് അടിമകളെ മോചിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് അതിന് കഴിയുന്നില്ല. അപ്പോൾ അവർ ഉയരങ്ങളിലാണ്, ഞങ്ങൾ ഒരുപാട് താഴെയാണ്. എന്താ പരിഹാരം എന്ന് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തുദ്രികൂന ബിഹി മൻ സബഖഹു, നിങ്ങളേക്കാൾ മുൻകഴിഞ്ഞു പോയ, നിങ്ങളെക്കാൾ ഉന്നതങ്ങളിലെത്തിയ ഈ പണക്കാരോടൊപ്പം നിങ്ങൾക്ക് എത്താൻ കഴിയും. നിങ്ങൾക്ക് ശേഷം വരുന്നവരെക്കാളും നിങ്ങൾക്ക് മുൻകടക്കാനും കഴിയും. അങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. എന്നിട്ട് റസൂൽ പറഞ്ഞു കൊടുത്തതാണ്, എല്ലാ നമസ്കാരം കഴിയുമ്പോൾ നിങ്ങൾ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പൈസ കൊണ്ട് സദഖ ചെയ്യുന്ന, അടിമകളെ മോചിപ്പിക്കുന്ന പണക്കാരും നിങ്ങളും ഒരുപോലെയായിരിക്കും, അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലത്തിൽ ഒരുപോലെയായിരിക്കും. ഇതുപോലെ അവർ ചെയ്താലേ നിങ്ങളെക്കാൾ അവർക്ക് മുൻകടക്കാൻ കഴിയും എന്ന് പറഞ്ഞു. ഒരു സഹാബാക്കൾ അത് കേട്ട് പോയി. പിറ്റേ വക്കത്ത് മുതൽ അവരിങ്ങനെ നമസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറയാൻ തുടങ്ങി. അന്നാണ് ഇതിന്റെ തുടക്കം. ശിബിരിങ്ങനെ പറയുന്നത് കേട്ടിട്ട് പണക്കാര്, അടുത്തിരിക്കുന്ന പണക്കാര് കേട്ടു, അവരും ഇത് പറയാൻ തുടങ്ങി. ഒരു ഇൽമാണ്, അത് കേട്ടാൽ സഹാബാക്കളും അടിച്ചു നിൽക്കില്ല, അവരും ഇതുപോലെ ചെയ്യാൻ തുടങ്ങി. വീണ്ടും സഹാബത്ത്, പാവങ്ങളായ സഹാബാക്കളുടെ വീടെടുക്കുക എന്ന് പറഞ്ഞു, നബി അവര് ഞങ്ങൾ ചെയ്യൂല, അവരും ചെയ്യാം, അപ്പോൾ ഞങ്ങൾ ഒരുപാട് താഴെയാണല്ലോ, അവർ മുകളിലാണല്ലോ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സമ്പത്ത് എന്ന് പറയുന്നത് അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹമാണ്, അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും, അത് അവർക്ക് അള്ളാഹു തആല കൊടുത്തിരിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 പ്രാവശ്യം വീതം പറയുകയും 100 തികയ്ക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞ് 100 തികച്ചാൽ ഗുഫിറത്ത് ഖത്തായഹു, ആ മനുഷ്യന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. വൈകാനത മിസ്ല സബദിൽ ബഹരി, സമുദ്രത്തിലെ നുരകൾക്ക് തുല്യമാണെങ്കിൽ പോലും അത്ര പാപം ഉണ്ടെങ്കിലും ഇതുകൊണ്ട് അല്ലാഹു തആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. എത്ര സൗഭാഗ്യമാണ്! 1.5 മിനിറ്റ് മതി. നമ്മളോട് സുബഹിക്ക് സന്ദേശം പറയുക, എല്ലാ വക്കത്തിനും ഉണ്ട്. നമ്മൾ സ്വയമായിട്ട് അങ്ങനെ ചെയ്താൽ 1.5 മിനിറ്റ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ഈ 99 പ്രാവശ്യം പറഞ്ഞ് പൂർത്തീകരിക്കാൻ കഴിയും. എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് സഹിഹായ ഹദീസിൽ നമ്മൾക്ക് ഓഫർ നൽകിയിരിക്കുക. ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.